നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ എന്താ പഠിക്കാൻ പോണേന്നറിയാമോ? ഞാനിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാര് എൻ്റെ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. ഒത്തിരി സക്സസ് സ്റ്റോറീസ് ഓരോ ദിവസവും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കേൾക്കാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ജീവിതത്തില് ഭാഗ്യമുള്ള ആൾക്കാർക്കാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്നത്. എനിക്കൊന്നും ഭാഗ്യമില്ല, അതുകൊണ്ട് പ്രശ്നങ്ങളാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാരെ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ടൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫില് നമ്മൾക്ക് ഏതൊരാൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ടുള്ള ഒരു സൂപ്പർ പവർ നമുക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾക്കത് കിട്ടണില്ല എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? എന്തായിരിക്കും അതിന്റെ കാരണം? നിങ്ങൾക്കൊന്ന് ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് എഴുതാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കണില്ല. എന്താണ് നിങ്ങൾക്ക് നടക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നടക്കാതെ പോയ ആഗ്രഹം എന്താണ്? അതൊന്ന് എഴുതുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫില് ഇപ്പൊ ഞാൻ വളരെ ചെറുപ്പത്തില് ഒരു ബിസിനസ്സിലൊക്കെ വന്ന ഒരാളാണ്. ആലോചിച്ച് കഴിഞ്ഞാല് ഒത്തിരി സ്ട്രഗ്ലിംഗ് ഒക്കെ ഉള്ളൊരു ഫേസ് ആയിരുന്നു എന്റെ ലൈഫ്. എങ്കിൽ പോലും ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പഴ്, ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ഇന്ന് നേടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് പറയണത് മനസ്സിലായോ? പക്ഷെ ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും, എന്റെ ജീവിതത്തില് ഈ ഒരു ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്തുക എന്ന് പറയണത് സത്യത്തില് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത്ര എളുപ്പമായിരുന്നില്ല ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തില് നമ്മൾക്ക് എന്തും നേടാൻ പറ്റും. നമ്മള് നന്നായിട്ട് ആഗ്രഹിക്കുകയും, ആ ആഗ്രഹത്തിന്റെ ഒപ്പം നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്താല്. കാരണം എന്തെന്നറിയാമോ? നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാല് കൗമുദി ചാനലില് ഷീജ ജയ്മോന്റെ ഒരു ഇന്റർവ്യൂ കിടപ്പുണ്ട്. 2012 എന്റെ വിശ്വാസം. 2012 14 ആണ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂല് കൗമുദി ചാനലില് ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ ഞാൻ ഈ ഒരു കോച്ചൊക്കെ ആയതിനു ശേഷമാണ് ഒരിക്കല് ആ ഒരു ഇന്റർവ്യൂ എന്റെ മുമ്പിൽ വീണ്ടും ഇങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ കേട്ടപ്പോഴ്, അതിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ ആ ഒരു ഇന്റർവ്യൂവർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഫ്യൂച്ചർ എന്താണ് പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒത്തിരി മൾട്ടിപ്പിൾ ബിസിനസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ലൈഫിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിനേക്കാൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒത്തിരി അധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് എനിക്കുള്ളത് എന്ന് ഞാൻ ഇങ്ങനെ ആ ഒരു ഇന്റർവ്യൂവിനോട് പറഞ്ഞു. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിന്നെയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒത്തിരി സ്ത്രീകൾ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പലർക്കും അവർ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാനായിട്ട് പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളെ കൈപിടിച്ച് സപ്പോർട്ട് ചെയ്യണ ലെവലിലേക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണ ഒരാളായിട്ട്, ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഈ ഒരു പ്ലാൻ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്ന് അത് പറഞ്ഞു എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മാനിഫെസ്റ്റേഷൻ പെർഫെക്റ്റ് ആയിട്ട് നടന്നു. കോവിഡ് വന്നു. ഞാൻ സ്ട്രക്കായി. എൻ്റെ ബിസിനസ്സിനെ ഒരു സമയത്ത് വിട്ട് കളയണ ലെവലിലേക്ക് പോലും ഞാൻ വന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. പക്ഷെ ഈ ഒരു സാഹചര്യം വന്നപ്പോഴ് ഞാൻ ഒരിക്കലും ഈ അന്ന് പറഞ്ഞ വാക്കൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പേടി വരാൻ തുടങ്ങി. കോവിഡ് എന്നെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു. കാരണം ഞാൻ ആസ്മാട്ടിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോവിഡ് വന്നപ്പോഴ് ഞാൻ ഈ ഒരു വീട്ടില് ജോലിക്ക് പോവാതെ ഇരിക്കാമെന്ന ഒരു വലിയൊരു തീരുമാനം എടുത്തു. ആ തീരുമാനങ്ങൾ എടുത്തപ്പോഴ് എനിക്ക് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു വീട്ടിൽ ജീവിക്കുമ്പഴ് ഒത്തിരി അധികം ബിസിനസ്സുകൾ ചെയ്യുകയും വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഞാൻ ജോലിക്ക് പോവാതെ ഞാൻ എൻ്റെ ഒരു വീട്ടിലേക്ക് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തീരുമാനമില്ലേ, ആ തീരുമാനം വന്നപ്പോഴ് എൻ്റെ മക്കളൊക്കെ എൻ്റെ സക്സസിനെ അവർ മറന്നു. എന്നെ ഒരു സാധാരണ അമ്മയായിട്ട് അവർ കാണാൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങള്, ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും എൻ്റെ തലയിലേക്ക് മാത്രം വരാൻ തുടങ്ങി. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യാത്ത റെസ്പോൺസിബിലിറ്റിയാണ്. ഈ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ എൻ്റെ അടുത്തേക്ക് വരികയും അത് മാച്ച് ചെയ്യാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴ് ഞാൻ ഇമോഷണലി വളരെ വീക്കായി. ഫിസിക്കലി ഞാൻ മോശമായി. എഗെയിൻ എനിക്ക് മെന്റലി ശരിക്കും ഒട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്തു. അപ്പൊ ആകെ എനിക്കൊരു അപ്പൊ എൻ്റെ വളരെയധികം ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഹെൽത്ത് വളരെ മോശമാവാൻ തുടങ്ങി. ഒത്തിരി അസുഖങ്ങൾ വരാൻ തുടങ്ങി. എൻ്റെ ഒരു ഫോക്കസ് തന്നെ പോണ ലെവലിലേക്ക് എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥ വരാൻ തുടങ്ങി.
ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ തുടങ്ങി. എല്ലാവരോടും വെറുപ്പ് വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലെവലില് ഒത്തിരി ചലഞ്ചസിൽ കൂടി ഞാൻ ഈ ഒരു കോവിഡില് ഈ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടില് എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ ഈ ഒരു നേരിടല് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്നെ സംബന്ധിച്ച് ഓരോ ദിവസവും വളരെ കടുപ്പമുള്ളൊരു ജേർണിയായിട്ട് മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ഈ ഒരു ലൈഫല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ആൾക്കാരുമായിട്ട് കണക്ഷൻ വേണം. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ. വി ആർ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വി ആർ ഫാമിലി എന്നുള്ള ചാനൽ തുടങ്ങുക, വീഡിയോ ഇടുക. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ വലിയ ഒരു ഗ്രോത്ത് ഒന്നും അതിന് കിട്ടിയില്ല. പക്ഷേ ഞാൻ വീണ്ടും പഠിക്കാനുള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തു. ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പഠിക്കാൻ തുടങ്ങി. ഈ ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടൊരു ദിശയിലേക്കാണ് ഞാൻ പോണത്. എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റണം എന്നത് വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വളരെ നല്ല രീതിയിൽ ഒത്തിരി കോച്ചസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഈ ഒരു 5 വർഷത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ 2012 പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ഇന്ന് റിയാലിറ്റി ആയി. അതായത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണ എനിക്കിഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഒരു സന്തോഷമുള്ളൊരു ലൈഫ് ജീവിക്കാനായിട്ട് എനിക്കിന്ന് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. പക്ഷേ ആ ഒരു മാനിഫെസ്റ്റേഷൻ കോൺഷ്യസ് ആയിട്ട് നടത്താം, അൺകോൺഷ്യസ് ആയിട്ട് നടക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു അൺകോൺഷ്യസ് ആയിട്ടാണ് എൻ്റെ ജീവിതം നടന്നത്. കാര്യം എനിക്കത് ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്ന ലക്ഷ്യമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ സത്യത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. നാച്ചുറലായിട്ട് ഞാൻ ആ ഒരു വഴിയിലെത്തുവാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും എഫേർട്ട്ലെസ് ആയിട്ട് അവൻ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളില്ലേ അത് ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ അന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നിന്ന് റിയാലിറ്റി ആയി. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളിപ്പം നിങ്ങളെ പറ്റി പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണോ നിങ്ങൾ പറയണേ? എൻ്റെ ലൈഫ് അടിപൊളിയാകുമെന്നാണോ? എൻ്റെ ലൈഫ് നശിച്ചു പോയെന്നാണോ? അതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മികച്ച ഒരാളാകും, എനിക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് എൻ്റെ ലൈഫിനെ ജീവിക്കാൻ പറ്റും, എൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് റോൾ മോഡലാവും, ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പറയണത്? അതോ ഞാൻ ഭയങ്കര മടിയനാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, എനിക്ക് വയസ്സായി, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണോ നമ്മളോട് പറയണത്? അങ്ങനെയാണ് പറയണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലോ ഓഫ് അട്രാക്ഷൻ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യണത് ദാറ്റ് വിൽ എക്സ്പാൻഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യണം? നമ്മുടെ ഫോക്കസ് മാറ്റണം. നമ്മൾ കടത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കടം കൂടാൻ തുടങ്ങും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ വേണ്ടതിലേക്ക് ലക്ഷ്യം ഫിക്സ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തണത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അപാകത എന്താണെന്നറിയുമോ? നമുക്ക് എല്ലാവർക്കും പേടിയാണ്. തോക്കോ? ഞാൻ മറ്റവൻ ഭയങ്കര ജയിച്ചു പോവാണ്. അപ്പൊ എന്നെപ്പറ്റി എൻ്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും? ഞാൻ അത്രയും തോൽവിയായിട്ട് കാണുന്നേക്കാൾ നല്ലതെന്താ? ഈ ഒരു ചെറിയ ജോലിയിൽ സെറ്റിൽ ചെയ്ത് പോണതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മൾക്ക് പേടി 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 വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളൊരു സൈഡിൽ വെക്കും. ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മൾ സ്കിൽഡ് ആവില്ല. നമ്മൾ മറിച്ച് നമ്മളുടെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ജീവിതത്തോട് മടുപ്പ് തോന്നും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മളുടെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നർ പേടിയെ ഓവർകം ചെയ്യാനായിട്ടുള്ള ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്. ദുശീലങ്ങളെ നമ്മൾ വിട്ടുകളയാൻ റെഡിയാവണം. അപ്പം നമ്മൾക്ക് പുതിയ ശീലങ്ങൾ വന്നാൽ മാത്രമേ പുതിയൊരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എൻ്റെ മിറക്കിൾ മോർണിംഗ് മില്യനിയർ വർക്ക്ഷോപ്പിൽ 1 മാസത്തെ ക്ലാസ്സിൽ വരാൻ പറയണേ. ആ ഒരു ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എൻ്റെ കൂടെ അക്കൗണ്ടബിൾ ആയിട്ട് ഒരു പുതിയ ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പുതിയൊരു നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു തന്നത്. കാര്യം എന്താ? എന്നെ സംബന്ധിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു ഫോക്കസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും?
നിങ്ങൾക്ക് പുതിയ ശീലത്തിലേക്ക് ആവാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരുമ്പോൾ കിട്ടുന്നത്. അതോടെ നിങ്ങളും സക്സസ്ഫുൾ ആയിട്ട് മാറും. കാര്യം എന്താ? നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് അവരെ പോലെ നിങ്ങളാക്കും. അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് എണീറ്റിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. നിങ്ങളുടെ ലൈഫ് മാറ്റാനായിട്ട് ഞങ്ങൾ അത്രയും റെഡിയാണ്. അത്രയും ഫ്രെയിം വർക്കാണ്. എത്ര കടബാധ്യതയാവട്ടെ, എത്ര പ്രശ്നങ്ങളാവട്ടെ, എത്ര ലേസിനെസ് ആവട്ടെ, അങ്ങനെയുള്ള നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത്രയും സക്സസ് സ്റ്റോറീസ് ഓരോ ദിവസവും പറയുവാണ്. എൻ്റെ ജീവിതം പഴയ പോലെയല്ല. ഞാനിപ്പോൾ അടിപൊളിയായി. എൻ്റെ കാര്യങ്ങളൊക്കെ എഫേർട്ട്ലെസ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്ന ആളുകൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി കൂടി വരുവാണ്. അപ്പം എന്തിനാ വൈകണേ? നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശീലങ്ങളെ മാറ്റാനായിട്ട് നിങ്ങളിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവുക. നാലാമത്തെ കാര്യം എന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിലേ നമുക്കെല്ലാവർക്കും ഒരു ലൈഫിലൊരു അടുക്കും ചിട്ടയൊക്കെ ഇല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി തിരിച്ചടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഈ തിരിച്ചടികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ പോക്ക് അത്ര ശരിയല്ല. കാര്യം നമ്മൾ പോയിട്ട് ഈ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പോയില്ലേ? അപ്പം ഞാനിപ്പോൾ ശരിക്കും ഈ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ? നമ്മൾക്ക് ഒരു ഹെൽത്തി ഫുഡില്ല, ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്, എക്സർസൈസ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഒരു വർക്ക് ലൈഫും ഇല്ലാതെ നമ്മളുടെ ഒരു ഹെൽത്തിനെ നോക്കാതെ നമ്മൾ പോകണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രശ്നമുണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ പരിഹാരമാവാൻ നമ്മൾ എക്സർസൈസ് തുടങ്ങണം, നല്ല ഫുഡ് കഴിക്കണം. എങ്ങനെ എൻ്റെ ജീവിതത്തെ നേരിടണം എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വരുമ്പോ എന്താ മനസ്സിലാക്കണ്ടേ? ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മളെ കരുത്താക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മളതിനെ കാണണ്ടേ. അല്ലാതെ നമ്മൾ അവയെ റിജക്റ്റ് ചെയ്യുക, എന്തുകൊണ്ട് ദൈവം എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നൂന്ന് ഡെസ്റ്റിനിയെ ചോദ്യം ചെയ്യുക, ഇതൊക്കെ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തില് അല്ലെ പ്രപഞ്ചത്തില് 100% വിശ്വസിക്കുക. എന്നിട്ട് എന്ത് പരീക്ഷണം വന്നാലും എന്ത് അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ലെവലിലേക്ക് പോവുക. ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, മണി ആവാം, എന്തും വരും. കാരണം എന്താ? നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളതാണ് എക്സ്പാൻഡ് ചെയ്യണേ. നമുക്ക് ഇന്ന് വരെ നമ്മളൊക്കെ വായ രുചിയുള്ള സാധനം മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മളെ ആരോഗ്യത്തിന് നല്ല അല്ലെങ്കിൽ അസുഖമായിട്ട് വരും. അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യണില്ല. അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ചീത്ത ഹോർമോൺസ് നമ്മുടെ ബോഡി ഒത്തിരി ഉൽപ്പാദിപ്പിക്കണ്. നമുക്ക് രോഗം വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ലൈഫിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടാനായിട്ടുള്ള ശക്തി ഉണ്ടാക്കുക, പുതിയൊരാളാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പല ആൾക്കാർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാറില്ല. കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല. നമുക്ക് ഉള്ളതിൽ നന്ദിയുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്നോട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കുവേ, "അതെ നിങ്ങൾ കുറേ നാളായില്ലേ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് സിൽവർ ബട്ടൺ ഒന്നും കിട്ടിയില്ലേ?" അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീഡിയോസ് ശരിക്കും ഇപ്പോൾ 1,00,00,000 അക്കൗണ്ടുകളിൽ പോയി. എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഒത്തിരി നല്ല മനുഷ്യര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒത്തിരി വ്യത്യാസം വരണുണ്ടെന്ന് ഓരോ ദിവസവും എന്നോട് പറയാറുണ്ട്. അപ്പൊ ഈ ഓരോ കാര്യങ്ങള് നോക്കുമ്പഴ് ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം എന്താ? ഈ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇത്ര അധികം അനുഗ്രഹങ്ങളാണ് ഇത്രയും മനുഷ്യര് തന്നത്. എത്ര നല്ല മനുഷ്യരാണ് ഓരോ ദിവസവും വന്ന് എന്നെ കമന്റ് ചെയ്യണു. എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ല നല്ല വാക്കുകൾ പറയണ ഇഷ്ടം പോലെ മനുഷ്യരെ ഓരോ ദിവസവും എനിക്ക് കിട്ടുവാണ്. ഞാൻ എത്ര നന്ദിയുള്ളേന്നറിയാമോ? അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉള്ളതിൽ ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക ചെയ്യണേ. അപ്പൊ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു നല്ല ഉടുപ്പിടാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു മാലയുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ ഒരു പങ്കാളിയുണ്ട്. നിങ്ങളെ സ്നേഹിക്കാൻ 2 മക്കളുണ്ട്. നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ഇവയൊക്കെ നിങ്ങൾക്ക് നന്ദി പറയേണ്ട കാര്യമാണ്. നല്ല ആരോഗ്യമുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എണീക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവയ്ക്കൊക്കെ നിങ്ങൾ നന്ദി എഴുതുക. പിന്നെ എന്താ? മെജോറിറ്റി മനുഷ്യർക്ക് ഭയങ്കര അസൂയയാണ്. കാര്യം എന്താ? വേറൊരാൾ എന്നേക്കാൾ വലുതാവണത് സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസൂയ നമുക്ക് വേണ്ട. മറ്റുള്ളവരുടെ സക്സസ്സില് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അവരെ നമ്മൾ ബ്ലെസ് ചെയ്യുക. ഈ ഒരു മനസ്സ് നമ്മൾ കാണിച്ചാ ലൈഫ് അടിപൊളിയാവും. അപ്പം മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ ഹാപ്പി ആവാനും അവരെ ബ്ലെസ് ചെയ്യാനും തുടങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ് വരാൻ തുടങ്ങും. ഏറ്റവും അവസാനത്തെ കാര്യം എന്താന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, പലപ്പോഴും നല്ല നല്ല ജീവിതം കിട്ടുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? ഒരു തകർച്ചയുടെ സമയത്തായിരിക്കും.
അപ്പൊ ഈ ഒരു തകർച്ചയിലും നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കണം. പ്രപഞ്ചത്തിൽ സറണ്ടർ ചെയ്യണം. എനിക്ക് ഏറ്റവും നല്ലതേ ദൈവം തരുള്ളൂ. ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ എന്ത് എഴുതി വെച്ചാലും അത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാനും എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എഴുതി വെക്കുക. ഓരോ വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞാൻ പറയണത്. കാര്യം എന്താ അറിയാമോ, ഞാൻ ഈ ഒരു വീട്ടിലിരുന്ന് ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി അധികം പരീക്ഷണങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കണേ, ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു വർഷത്തിൽ എനിക്ക് ഏതാണ്ട് 10ഓ 11ഓ മെയ്ഡാ മാറിയത്. ഓരോ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു മെയ്ഡ് മാറുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെ നേരിടുകയാ ചെയ്തത്. അല്ലാതെ അയ്യോ അവര് പോയല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടില് ഏത് ജോലിയും ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തി. എന്ത് സാഹചര്യങ്ങൾ എനിക്ക് മോശമാണേ പോലും അതിന് 100% ഉത്തരവാദിത്വം എടുക്കുകയും കൂടുതൽ പവർഫുൾ ആയിട്ട് ഞാൻ എന്നോട് തന്നെ കമ്മിറ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ ജോലി എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ 5 വർഷങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ വളരെ നല്ല ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഒരു സെക്കൻഡ് കരിയർ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റി. നിങ്ങൾ ആലോചിച്ച്, ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അത്രയും ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എന്നെ ഞാൻ വിശ്വസിക്കുകയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ, നിങ്ങൾ നോക്കി അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയും എൻ്റെ ഹാർഡ് വർക്കും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജോലിയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു മികച്ചൊരു കരിയറിലേക്ക് എത്തിക്കാനും എൻ്റെ കൂടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും മികച്ച വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ട് മാറാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും 100% ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്താൽ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും എത്ര കടമായാലും എത്ര പ്രശ്നങ്ങളായാലും ഏതൊരവസ്ഥയിൽ പോയാലും അവൻ അവൻ്റെ ജീവിതത്തെ തിരുത്തി എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ തിരുത്തി എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വരാം. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. കാര്യം ഈ ഒരു ക്ലാസ്സിൽ കൂടി പോയി കടന്നു പോയേക്കണ ഒരാളുടെയും ജീവിതം മാറാതിരുന്നിട്ടില്ല. അവരെന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അവയെല്ലാം അവർക്ക് ഈ ഒരു ചെറിയൊരു പീരീഡിൽ തന്നെ അവരുടെ ജീവിതത്തിൽ അത്രയും ഒരു മാനിഫെസ്റ്ററായിട്ട് മാറാനും അവർ തന്നെ ജീവിതത്തിൽ എൻ്റെ ജീവിതം അടിപൊളിയാണ് എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താ അറിയാമോ, നമ്മൾ നമ്മളുടെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും വിളിച്ചു പറയുകയും ചെയ്യുമ്പോഴേ ഒത്തിരി മനുഷ്യരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാര്യം അവർ ഒരു ഹോപ്പില്ലാതെ അവരിതിങ്ങനെ തളർന്നു കുത്തിയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ കൊടുക്കണേ. കാര്യം എൻ്റെ ജീവിതം മാറിയിട്ടുണ്ട്, നിങ്ങളുടെയും മാറും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, എന്നിട്ട് ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. അപ്പോൾ എന്താണ് ഗോൾ എന്ന് എഴുതാൻ മറക്കരുത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഉറപ്പായിട്ടും നടക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്താ വേണ്ടതെന്നൊന്ന് എഴുതുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരുടെയും സക്സസ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടതെന്നുള്ള എഴുതുക. നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിട്ടും വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു, എനിക്ക് ജോലി കിട്ടി, അല്ലെ എൻ്റെ അക്കൗണ്ടിൽ 10 lakhs ഉണ്ട്, ഇങ്ങനെ നിങ്ങളുടെ സക്സസ് എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കരുത്. കാര്യം ലൈഫ് അത്രയും മാജിക്കാണ് നമ്മളെ വിശ്വസിച്ചാൽ. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ ഈ സാരിയൊക്കെ ഇഷ്ടമായെങ്കിൽ അതും പറയണം. ഈ ഒരു മാല എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ മുമ്പ് മേടിച്ചൊരു മാലയാണ്. ഇങ്ങനെ കുറേ കളക്ഷനൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിവേ താങ്ക് യു സോ മച്ച്. അത് ഓരോ സമയത്തും ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് എന്താണ് ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച്, ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കിട്ടി, അപ്പോൾ കുറച്ചുകൂടി ബാക്ക്വേർഡ് ആയിട്ടൊക്കെ കിടക്കുന്ന ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു രീതിയിൽ വിചാരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു അടുത്തൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ കുറേ കൂടി കളർഫുള്ളായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു ലക്ഷ്യമാണ് ഇനി ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്യണത്. ബിസിനസ്സിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ ഇനി കുറച്ചുകൂടി. അതായത് ബിസിനസ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലേക്ക് കൊണ്ടുപോകും, അതിൻ്റെ ഒപ്പം ഒരു ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം.